എനിക്കൊരു ബാങ്ക് ലോൺ കിടപ്പുണ്ട്. ജില്ലാ സഹകരണ ബാങ്ക് ANTR ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ഈ വീട് പണിയാനായിട്ട് ഒരു 7,500,000 രൂപ ഞാനും എൻ്റെ ഭാര്യയുടെയും പേരിലെടുത്തായിരുന്നു. അപ്പോൾ ഭാര്യയുള്ള സമയത്ത് തന്നെ ഒരു 2,50,000 രൂപ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന പൈസ അടച്ചു തീർത്തു. അപ്പോൾ എൻ്റെ പേരിലുണ്ടായിരുന്ന 5,00,000 രൂപ അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ലോണിങ്ങനെ ഇന്നും നിലവിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ ബാങ്കുകാർ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജപ്തി നോട്ടീസൊക്കെ ഇടും. എന്നെ ഇപ്പോഴും പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എക്സിക്യൂട്ടീവ് ബാങ്കിൻ്റെ ഔദ്യോഗികമായ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ് പൈസ അടയ്ക്കണം. ഞാൻ പറഞ്ഞപ്പോൾ കഴിയുന്നതിന് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല, കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയും പൈസയൊന്നും ഇത്രയും നല്ല പൈസ അടയ്ക്കാൻ പറ്റുകയില്ല. അന്ന് എന്നോട് ബാങ്ക് എനിക്കൊരു പരിഗണന തന്നിട്ടുണ്ട്. 1,00,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഈ ലോൺ എഴുതി മാറ്റിക്കള എന്ന് വെച്ചാൽ പട്ടയക്കള്ളസ് ആധാരം തിരിച്ച് തന്നേക്കാമെന്ന് എന്നോട് അന്നിരുന്നൊരു മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ പൈസ ഉണ്ടാകുകയില്ല. ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു, സാറേ എൻ്റെ പൈസ ഉണ്ടാകില്ല, ഇത്രയും പൈസ അടയ്ക്കാനായിട്ട് എൻ്റെ പൈസ 1 രൂപ പോലും എൻ്റെ ഉണ്ടാകില്ലാത്ത സാഹചര്യമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോന്നു. അപ്പോൾ ആ സ്കീം അവർ ക്യാൻസലും ചെയ്തെന്ന് എന്നോട് പിന്നെ അത് കഴിഞ്ഞ് അന്വേഷിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ തിരുവനന്തപുരത്ത് വന്ന് റീജിയണൽ മാനേജർ വന്നു പറഞ്ഞു, സംഗതി അടയ്ക്കണോ അല്ലെങ്കിൽ പുള്ളി ഇത് ഭൂമി അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അറ്റാക്ക് ചെയ്ത് ബാങ്കിന് വേണ്ടി ഞാൻ തന്നേക്കുന്നത്, എനിക്ക് ഭൂമിയോട് ഇനി താല്പര്യമില്ല, എനിക്ക് ഭൂമിയും വേണ്ട, നിങ്ങൾ അറ്റാക്ക് ചെയ്തു വിട്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ ബാങ്കിലേക്ക് വിളിച്ച് ബാങ്കിന് അദാലത്ത് മുണ്ടക്കയത്ത് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു അദാലത്ത് നടക്കുന്നുണ്ട്. അദാലത്തിൽ പങ്കെടുത്തു. നമുക്കതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാമെന്ന് ഇപ്പം ഇവിടെ നിലവിലുള്ള മാനേജർ എന്നോട് പറഞ്ഞിരുന്നു. അതും പ്രകാരം മാനേജർ പറഞ്ഞ പ്രകാരം ഞാനവിടെ അദാലത്തിൽ ചെന്ന് പങ്കെടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു മാനേജർ എന്നെ കാണിച്ച ഒരാളിൻ്റെ അടുത്തല്ല എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയ, വേറൊരു ആളിൻ്റെ അടുത്താണ് കിട്ടിയത്. അപ്പോൾ ആളിൻ്റെ അടുത്ത് പുള്ളി ഇങ്ങനെ ഭയങ്കര തിരക്കിലാണ്. അടുത്ത ഒരാൾ എന്നെ പരിചയപ്പെടുത്തി പുള്ളിയായിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ പൊട്ടി ഭാര്യയൊക്കെ മരിച്ചു പോയതാണ്. എൻ്റെ സാഹചര്യം ഇന്നാന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ചടയെന്ന് പറഞ്ഞ് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഈ തീർപ്പ് കൽപ്പിക്കുന്ന മാനേജരുടെ അടുത്ത് അങ്ങേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഈ ലോണിൻ്റെ കേസിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, ഈ പുള്ളി ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ആൾ ഈ മാനേജരോട് തീർപ്പ് കൽപ്പിക്കുന്ന ആളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, എൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതിനെന്നാണ് ഇയാൾക്കൊരു പെണ്ണ് കെട്ടാൻ മേലെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ വേദന എന്നാന്നുള്ളത് അങ്ങേര് മനസ്സിലാക്കിയിട്ടില്ല. അതായിരിക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സാഹചര്യമാണെന്നുള്ളത് അങ്ങേർക്കറിയത്തില്ല. അപ്പം ഈ സാഹചര്യം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത് മറ്റേ ഒരാളിനോടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങേരിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാണെന്നുള്ള എൻ്റെ ഒരു തോന്നൽ ഞാനിങ്ങനെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സാഹചര്യം ആരും അങ്ങനെ പറയാൻ വഴിയില്ല. അങ്ങനത്തെ പേരെനിക്കറിയത്തില്ല. പുള്ളി ഈ ലോണിൻ്റെ ഒക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ആൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ ലോണിൽ മുണ്ടക്കയം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്, അദാലത്ത് നടന്നത്. അവിടെ വെച്ചാണ് ഇങ്ങനെ ചോദിച്ചതിനോട് പറഞ്ഞത്. എന്നോട് ആയിട്ട് കൊണ്ട് മറ്റേ പറഞ്ഞും വേറൊരു ബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരാളാണ്. അങ്ങേരോട് ഇങ്ങനെ പറഞ്ഞു ഭാര്യ മരിച്ചു പോയെന്ന് അറിയപ്പോൾ അതിനോട് അയക്കൊരു പെണ്ണ് കെട്ടാൻ മേലെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നിയിരിക്കുകയാണ് ഈ വേറൊരു എൻ്റെ സാഹചര്യ വിഷമം എന്നാന്ന് അങ്ങേർക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചായിരിക്കും അങ്ങേര് സംസാരിക്കുന്നത് ഞാനങ്ങ് മനസ്സിലാക്കി. ആദ്യം എനിക്ക് വേണ്ടി സഹായം ചെയ്യാമെന്ന് ഇപ്പം എന്തായാലും ഉള്ളൊരു മാനേജരാണ്. അങ്ങേരുടെ ഒരു കാരുണ്യം, അങ്ങേരുടെ പേര് എന്താണെന്ന് എനിക്ക് പിടിയില്ല. അങ്ങേരുടെ ഒരു കാരുണ്യം കൊണ്ടാണ് എന്നോട് എൻ്റെ സഹതാപത്തിൽ അങ്ങേരെ കൊണ്ട് പറ്റുന്ന എന്ത് വേളും ചെയ്തു തരാം എന്നൊക്കെ അങ്ങേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരമാവധി ഇനി ലോണിൻ്റെ ഒഴിവാക്കി തരാമെന്ന് അങ്ങേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സമ്മതിച്ചില്ല. അങ്ങനെ ആകെ ഒരു പ്രശ്നമാണ്. ബാങ്കിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്ക് ANTR ബ്രാഞ്ചാണ്. അവിടെ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത്. അത് അടയ്ക്കാൻ മാർഗമൊന്നുമില്ല, അത് അടയ്ക്കുക നടപടിയില്ല. അവർ ഈ ഭൂമി ഈട് വെച്ചാണ് എടുത്തേക്കുന്നത്. അതെല്ലാം അവർ എന്നാ ചെയ്തോട്ടെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കാരണം എനിക്ക് ഇനി അതിനോട് താല്പര്യം. ഒരാളും മരിച്ചു പോയി. അന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതുകൊണ്ടൊക്കെ ഇവിടെ കടയുണ്ടായിരുന്നു, കടയൊക്കെ നടത്തിയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തി. കടയുണ്ടായിരുന്നു, 2-3 കന്നാലി വളർത്തി ഇങ്ങനെയൊക്കെ ഉപജീവനമാർഗം പോകുമായിരുന്നു.
അപ്പം ഇതൊന്നും ഇല്ലെന്നായിപ്പോയി. അതൊക്കെ കന്നാലിയൊക്കെ അന്നത്തെ രീതിയിൽ കിട്ടിയ വരയ്ക്ക് തന്നെ പിടിച്ചു കൊടുത്ത് അതിനെ വളർത്താൻ മേല വന്നപ്പോഴത്തേനും പിന്നെ ആൾ പോയപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. എല്ലാം അങ്ങ് കിട്ടിയ വരയ്ക്ക് തന്നെ കൊടുത്ത് മാറി. ആർക്കെങ്കിലും പരാതിയോ വല്ലതും കൊടുക്കുകയോ വല്ലതും ചെയ്തോ? ഇങ്ങനെയൊക്കെ ഒരു അധിക്ഷേപമാണല്ലോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ. ഇല്ല, അതൊന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അങ്ങേരെ ഈ ഭാര്യ മരിച്ചതെന്ന് പറഞ്ഞ് നെയ്യ സാഹചര്യം മരിച്ചു എന്നുള്ളത്. ഈ സർക്കാരുകളുടെയൊക്കെ ഒരു വലിയ സഹായം സ്വാഭാവികമായിട്ട് അവരെല്ലാം പറയാറുണ്ടല്ലോ, ഈ ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള അവരുടെ കടങ്ങളൊക്കെ എഴുതി തള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും നമുക്ക് പക്ഷേ ഫലത്തിൽ കിട്ടുന്നില്ല. കടം എനിക്ക് എഴുതി തള്ളിയിട്ടില്ല. അല്ലാതെ സർക്കാരിൻ്റെ ധനസഹായം എനിക്ക് തന്നിട്ടുണ്ട്. അത് എത്ര ലക്ഷം? 4.5 ലക്ഷം. 4 ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട്. 4 ലക്ഷം രൂപ. പിന്നെ ഭാര്യ മരണപ്പെട്ടതിൻ്റെ വിധത്തിൽ 4 ലക്ഷം രൂപയും പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട് സർക്കാരിൻ്റെ വകുപ്പിൽ നിന്ന്. പ്രധാനമന്ത്രിയുടെ ഒരു 2 ലക്ഷം അത് വന്നിട്ടില്ല. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല.